ചെറുകഥ ടീച്ചറമ്മ. രചന ദിവാകരൻ പി.കെ. പൊന്മേരി. നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിൽ കവാടം തുറന്ന് അഭിഷേക് പുറത്തേക്ക് വന്നപ്പോൾ അകത്തേക്ക് നാടിനെ ഞെട്ടിച്ച ഒരു കൊലപാതകിയെ 2 പോലീസുകാർ കൂട്ടിക്കൊണ്ടുപോയി. അയാൾ അഭിഷേകിനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ജയിലിൽ നിത്യകാഴ്ചയായതുകൊണ്ട് അഭിഷേക് ശ്രദ്ധിച്ചില്ല. അഭിഷേക് ചുറ്റിലും കണ്ണോടിച്ചു. കണ്ണിന് കാഴ്ച കിട്ടിയപ്പോൾ അന്താളിച്ചു നിൽക്കവേ ഒരു കൂട്ടം പ്രാവുകൾ ചിറകടിച്ചു പറന്നുപോയി. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാതെ നിസ്സംഗഭാവത്തിൽ നിൽക്കുമ്പോൾ തൻ്റെ പേര് ചൊല്ലി വിളിച്ചവരുടെ അടുത്തേക്ക് നടന്നു. അഭിഷേകിനെ കാത്തുകൊണ്ട് 30 വയസ്സ് തോന്നിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കൂടാതെ 2-3 പേരുമുണ്ടായിരുന്നു. അഭിഷേകിന് ഞങ്ങളെയൊക്കെ മനസ്സിലായോ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ അഭിഷേക് ശരണ്യയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഓർമ്മച്ചെപ്പ് പതുക്കെ തുറക്കാൻ തുടങ്ങി. പെട്ടെന്ന് 1000 മഞ്ചാടിക്കുരുക്കൾ പനിനീർ മഴ പോൽ തനിക്ക് മേൽ വീണു ചിന്നിച്ചിതറുന്നത് പോലെ തോന്നി. പിന്നിൽ വന്ന് കണ്ണുപൊത്തി മണിനാദം പോൽ പൊട്ടിച്ചിരിക്കും പാദസരക്കിലുക്കത്തോടെ ഓടിമറിയുന്ന 16-കാരിയുടെ ചിത്രം കൺമുൻപിൽ തെളിഞ്ഞു വന്നു. കാർ ഐരാപുരം ഗ്രാമത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ മനോഹരമായ പഴയൊരു ഗാനം ശബ്ദം കുറച്ചു വച്ചു. ഇടയ്ക്ക് മഴ തോർന്ന പോലെ അന്തരീക്ഷം തെളിഞ്ഞപ്പോൾ അഭിഷേക് പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, എവിടെയോ കണ്ടതുപോലെ. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, സൂക്ഷിച്ചു നോക്കൂ. അഭിഷേകിന് അറിയാവുന്ന ആളാണ്. എന്തോ ഓർമ്മ വരുന്നില്ല. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. എങ്കിലും താൻ സ്നേഹിച്ച ശരണ്യ എന്ന പെൺകുട്ടിയുടെ രൂപവുമായി സാദൃശ്യം തോന്നി. ഏയ്, അവൾ മരണപ്പെട്ടല്ലോ. അവളുടെ കൊലപാതകിയും ഞാനാണല്ലോ. മനസ്സിൽ ചിന്തകൾ തലങ്ങും വിലങ്ങും അസ്വസ്ഥതയോടെ ചെയ്യാൻ തുടങ്ങി. എന്താണ് പേര്? അതിന് മറുപടി കിട്ടാതായപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. കല്യാണം കഴിഞ്ഞു? കുട്ടികൾ? ഭർത്താവ് എന്തു ചെയ്യുന്നു? അതിനും മറുപടി പറയാതെ അവൾ തലകുമ്പിട്ടിരുന്നു. സർപ്പക്കാവിൽ ഇപ്പോൾ ആരാണ് വിളക്ക് വയ്ക്കാറ്? അതോ പതിവില്ലേ? അതിനും ആരും മറുപടി പറഞ്ഞില്ല. ശരണ്യയ്ക്കും അഭിഷേകിനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. പാലപൂത്ത നിലാവുള്ള ഒരു രാത്രിയിലാണ് അഭിഷേകിന്റെ ജീവിതം തകിടം മറിഞ്ഞത്. ജീവിതത്തെ ആകെ മാറ്റിമറിച്ചത്. ഒക്കെ പറയാം അഭിഷേക്. വീട്ടിൽ പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആകൂ. സമയമുണ്ടല്ലോ അഭിഷേകിന്. ഇനി ആരെയും ഭയപ്പെടാനില്ലല്ലോ. എന്ത് ഭയപ്പെടാൻ? ഇനി ആരെ ഭയപ്പെടണം? എനിക്കെല്ലാം നഷ്ടമായില്ലേ. ഇനി ഞാൻ എന്തിന് ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? ഗതികെട്ട ജന്മമാണ് എൻ്റേത്. എങ്ങനെ ഇനി ജീവിക്കും? കൊലയാളിയല്ലേ. എനിക്ക് ആര് ജോലി തരും? ജോലിയില്ലാതെ എങ്ങനെ ജീവിക്കും? എൻ്റെ ടീച്ചറമ്മയെയും സ്നേഹിച്ച പെണ്ണിനെയും കൊന്നവനല്ലേ. അഭിഷേകിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്താ അഭിഷേക് ഇതൊക്കെ? ഇനി മറക്കണം. എത്ര വർഷമായി? ഒരുപാട് വേദന നീ അനുഭവിച്ചില്ലേ. നീ ആരെയും കൊന്നിട്ടില്ല. അങ്ങനെ ആരും ഇന്ന് കരുതുന്നുമില്ല. മാത്രമല്ല, നീ ഇന്നൊരു കോടീശ്വരനാണ്. ഇപ്പോൾ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. പറഞ്ഞ ആളെപ്പറ്റി ഒന്നും അറിയില്ല. മാത്രമല്ല, എന്താണ് അയാൾ പറയുന്നതെന്നോ ഒന്നും മനസ്സിലായില്ല അഭിഷേകിന്. വെറുതെ പുറം കാഴ്ചകൾ കണ്ടുകൊണ്ട് കുട്ടിയുടെ കൗതുകത്തോടെ അത് നോക്കിയിരുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ ഒരു 4 കെട്ടും പടിപ്പുരയുമുള്ള വീടിന് മുൻപിൽ കാർ നിർത്തി. അഭിഷേകിന്റെ മനസ്സിൽ 1000 ചിന്തകൾ വന്നലയടിക്കാൻ തുടങ്ങി. തെരുവിൽ നാടോടികളുടെ കൂടെ ജീവിച്ച തന്നെ തൻ്റെ 18ാമത്തെ വയസ്സിൽ ദത്തെടുത്ത മകനെപ്പോലെ സ്നേഹിച്ചു വളർത്തിയ ടീച്ചറമ്മ മോനെ എന്ന് വിളിക്കുന്നത് പോലെ തോന്നി. ടീച്ചറമ്മയ്ക്കും ഭർത്താവ് കേണൽ ആദിത്യവർമ്മയ്ക്കും ഒരാൺകുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയെ ഒരു തീവണ്ടി യാത്രക്കിടയിൽ കൈവിട്ടു പോയതോടെ അവരുടെ ജീവിതത്തിൻ്റെ താളം തെറ്റി. അങ്ങനെയിരിക്കെ ഒരു നാൾ ഭിക്ഷ യാചിച്ചുകൊണ്ട് വീട്ടിൽ വന്ന അഭിഷേകിനെ കാണുന്നത് അവൻ്റെ മുഖത്ത് കണ്ട തേജസ് അവരെ വല്ലാതെ ആകർഷിച്ചു. അവൻ്റെ കഥകൾ ചോദിച്ചറിഞ്ഞു. ഭിക്ഷ യാചിച്ച് കിട്ടുന്ന തുക ഒന്നും കുറയാതെ തലവനെ ഏൽപ്പിക്കണമെന്നും കുറഞ്ഞാൽ അടിയും തുഴിയും പട്ടിണിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പോൾ അവർക്ക് അലിവ് തോന്നുകയും ഒടുവിൽ സ്വന്തം മകനായി വളർത്തി സന്തോഷ ജീവിതം തുടരവേ കേണൽ മരണപ്പെടുന്നു. നാട്ടുകാർ സ്നേഹത്തോടെ വിളിച്ച ടീച്ചറമ്മ എന്ന റിട്ടയേർഡ് അധ്യാപിക പിന്നീട് അഭിഷേകിന് വേണ്ടിയാണ് ജീവിച്ചത്. അതുവരെ ടീച്ചറമ്മ അറിയാതിരുന്ന കേണലിൻ്റെ ഒരു രഹസ്യം ടീച്ചറെ സ്വന്തം ഭർത്താവിൻ്റെ മരണത്തെക്കാൾ തളർത്തിക്കളഞ്ഞു. കേണലിന് മറ്റൊരു സ്ത്രീയിൽ 25 വയസ്സുള്ള കുമാരൻ എന്നൊരു മകൻ ഉണ്ടെന്ന വാർത്തയായിരുന്നു അത്.
അവകാശവാദം ഉന്നയിച്ചു വന്ന കേണലിന്റെ മകന് പിന്തുണയുമായി നാട്ടുകാരും കേണലിന്റെ ബന്ധുക്കളും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ ചോദിക്കുന്ന സമയത്തൊക്കെ പണം വാരിക്കോരി കൊടുക്കേണ്ട അവസ്ഥയായി. മൂക്കറ്റം മദ്യപിച്ചു വന്ന് ബഹളം വയ്ക്കുക പതിവായി. ആയിടയ്ക്കാണ് ഈ കഥയിൽ വളരെ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത്. അതുവരെ ആരും അറിയാതെ പോയൊരു രഹസ്യം. അഭിഷേകും ടീച്ചറമ്മയുടെ വീട്ടിലെ കാര്യസ്ഥന്റെ മകൾ ശരണ്യയുമായി അടുപ്പത്തിലാണെന്ന വിവരം കുമാർ പുറത്തുവിടുന്നു. തന്റെ സൗഭാഗ്യങ്ങൾ തട്ടിപ്പറിക്കുന്ന അഭിഷേകിനോടുള്ള പക തീർക്കുവാൻ കുമാരൻ തക്കം പാർത്തിരിപ്പുണ്ടായിരുന്നു. പലവട്ടം അവർ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും പതിവായി. ശരണ്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ടീച്ചറമ്മയുമായി പലപ്പോഴും കുമാർ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ടീച്ചറമ്മ അഭിഷേകും ശരണ്യയും അറിയാതെ അവർക്ക് പൂർണ്ണമായ സമ്മതം മനസ്സാൽ കൊടുത്തിരുന്നു. എന്നാൽ അവരുടെ ബന്ധത്തിന് കുമാർ ഒരു ഭീഷണിയാവുമെന്ന് കരുതി പല ഡിമാൻഡുകളും അനുസരിക്കാൻ ടീച്ചറമ്മ ബാധ്യസ്ഥയായി. എന്നും സ്ഥിരമായി സന്ധ്യാസമയത്ത് സംഗമിക്കാറുള്ള സർപ്പക്കാവിൽ അഭിഷേകിനെ കാത്തുനിന്ന ശരണ്യയെ കുമാർ കടന്നു പിടിക്കുകയും നിലവിളി കേട്ടോടി വന്ന ടീച്ചറമ്മയുമായി മൽപ്പിടുത്തത്തിനൊടുവിൽ ടീച്ചറമ്മയെ കുമാർ കത്തികൊണ്ട് കുത്തി ഓടിപ്പോയി. ശരണ്യ ബോധം കെട്ടുവീണു. അല്പസമയം കഴിഞ്ഞെത്തിയ അഭിഷേക് കാണുന്നത് രണ്ടുപേരും ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ്. ഓടിക്കൂടിയ ജനങ്ങളുടെ മുമ്പിൽ അഭിഷേക് കൊലയാളിയായി. സമനില തെറ്റിയ അവസ്ഥയിൽ കുറ്റമെല്ലാം സ്വയം ഏറ്റെടുത്തു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 16 വർഷത്തെ ജയിൽവാസം കോടതി വിധിച്ചു. ജയിൽവാസക്കാലത്തൊരിക്കൽ പോലും ശരണ്യ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. വർഷങ്ങളായി അഭിഷേക് രഹസ്യമായി ഒരു കവർ സൂക്ഷിച്ചു വച്ചിരുന്നു. ശരണ്യ ചോദിക്കുമ്പോൾ അതിലൊരു നിധിയുണ്ട്. എൻ്റെ മരണശേഷം നിനക്ക് തുറന്നെടുക്കാം, നിനക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ശരണ്യ ഒരു ദിവസം അഭിഷേകിന്റെ ജയിൽവാസത്തിനിടയിൽ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ എന്തായാലും തുറന്നു നോക്കാമെന്ന് തീരുമാനിച്ച് തുറന്നു നോക്കുമ്പോൾ അതിലൊരു പഴയ ഫോട്ടോ മാത്രമായിരുന്നു. അതിൽ ടീച്ചറമ്മയും കേണലും കൂടിയുള്ള പഴയ ഫ്രെയിം ചെയ്യാത്ത ഫോട്ടോ ആയിരുന്നു അത്. ടീച്ചറമ്മയുടെ മടിയിൽ 6 വയസ്സുള്ള കുട്ടിയുമുണ്ടായിരുന്നു. അവന് അഭിഷേകിന്റെ നല്ല മുഖച്ഛായ ഉണ്ടായിരുന്നു. ശരണ്യ അന്ന് കാവിൽ വെച്ചുണ്ടായതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു. അങ്ങനെ അനാഥമായ സ്വത്തിന്റെ അവകാശം അഭിഷേകിൽ വന്നു ചേരുകയും ചെയ്തു. നാട്ടുകാരുടെ മുൻപിൽ കുറ്റവിമുക്തനാവുകയും ചെയ്തു. പാലപൂത്ത ഒരു ത്രിസന്ധിയിൽ ശരണ്യയും അഭിഷേകും കൂടി ഒരു ഇഴജന്തുക്കളെയും ഭയക്കാതെ സർപ്പക്കാവിൽ വിളക്ക് കൊളുത്തി കെട്ടിപ്പിടിച്ചു നിന്നു. അവരുടെ മേൽ സുഗന്ധം പരത്തിക്കൊണ്ട് പാലമരം പുഷ്പവൃഷ്ടി നടത്തി.